Good afternoon. Good afternoon, Miss. Okay. ഇന്ന് ടീച്ചർ ലീവാണ്. ഞാനാണ് എന്റെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പ്രയർ ആരാണ്? പ്രയർ ആരാണ്? ഞാനാ പ്രയർ. ഓക്കെ, പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരു കുലം, ഒരു മതം, ഒരു ദൈവം, മനുജർക്കെന്നീ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ, ജീവൻ പകരാനൊരു വായു. ഒരു കുലം, ഒരു മതം, ഒരു ദൈവം, മനുജർക്കൊന്നീ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ, ജീവൻ പകരാനൊരു വായു. അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു. അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു. ഈശോ, ഈശ്വര, അല്ലാഹു തിരുനാമത്തിൻ പര്യായം. ഈശോ, ഈശ്വര, അല്ലാഹു തിരുനാമത്തിൻ പര്യായം. ഒരു കുലം, ഒരു മതം, ഒരു ദൈവം, തിരുനാമത്തിൻ പര്യായം. താങ്ക് യു. സൈൻ ആരാണ്? Thought of the day, madam. ഓക്കെ, പറഞ്ഞോടാ. Thought of the day. The future depends on what we do in the present. ഭാവി എന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഒരു കുഞ്ഞു കവിതയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മ ഇഷ്ടല്ലേ? അതെ. അപ്പൊ ഇപ്പം രക്തബന്ധങ്ങളെ മറന്നു പോകുന്ന ഒരു കാലമാണല്ലോ. ശരിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കവിത ഞാൻ പാടാൻ പോകുന്നത്. താരാട്ടു പാടിയതമ്മ, പാലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പൊന്നിന്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ. പാൽച്ചിരിയാൽ ഞാൻ ഉണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ, മാമൂണിന് നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. പാൽച്ചിരിയാൽ ഞാൻ ഉണരുമ്പോൾ പാൽമധുരം ചുരത്തിയമ്മ, മാമൂണിന് നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. പാൽത്തളയും കരിവളയും പൊന്നരയിലൊരേലസും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ, കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നൊരമ്മ. അക്ഷരങ്ങൾ പാടി പറഞ്ഞു, അതു ഞാനും കൊഞ്ചിപ്പറഞ്ഞു. അക്ഷരത്തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി. അക്ഷരങ്ങൾ പാടി പറഞ്ഞു, അതു ഞാനും കൊഞ്ചിപ്പറഞ്ഞു. അക്ഷരത്തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി. കാലമങ്ങനെ കഥകൾ പറഞ്ഞു, നേരമങ്ങനെ പല വഴിയോടി. ജരാനരകളാൽ അമ്മ വലഞ്ഞു, വേദനയാൽ അമ്മ കരഞ്ഞു.
കാലമങ്ങനെ കഥകൾ പറഞ്ഞു, നേരമങ്ങനെ പല വഴിയോടി, ജരാനരകളാൽ അമ്മ വലഞ്ഞു, വേദനയാൽ അമ്മ കരഞ്ഞു. കാണാതെ പോകണ മകനെ ആ താരാട്ടു മറക്കല്ലേ, കാണാതെ പോകണ മകളെ ആ പൊന്നുമ്മ മറക്കരുതേ. ആ താരാട്ടു മറക്കല്ലേ, ആ പൊന്നുമ്മ മറക്കല്ലേ, ആ പാൽ മധുരം മറക്കല്ലേ, ആ സ്നേഹം മറക്കല്ലേ. അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം മറക്കരുതേ, അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം മറക്കരുതേ. താങ്ക് യു മിസ്. ഇമോഷണൽ ആയിട്ട് നല്ലൊരു സൈനിങ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അല്ലെങ്കിൽ എടുത്തതാണ്? എന്തോ? ഈ കവിത എവിടെ നിന്ന് എടുത്തതാ? കവിത യൂട്യൂബിൽ നിന്ന് കിട്ടിയതാ. ഓക്കേടാ. നമ്മുടെ കവിത എഴുതുന്നവരുണ്ടോ? ജിഷയുണ്ട് മിസ്. ഓക്കെ. ഇപ്പൊ മാഗസിന്റെ കാര്യം ഷാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ മാഗസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വരയ്ക്കാനായിട്ട് നല്ല കഴിവുള്ളവര് നല്ല ഇമേജസ് അല്ലെങ്കിൽ നല്ല ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാൻ നമുക്ക് മാഗസിനിൽ ഇൻക്ലൂഡ് ചെയ്യാം. കവിത, കഥ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സില് ഓക്കെ സൈനിങ് പറഞ്ഞില്ലല്ലോ. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഇമ്മ്യൂണൈസേഷന്റെ പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ 3 അസുഖങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ടീച്ചർ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇന്ന് വരുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ടീച്ചർ ക്ലാസ് ബുധനാഴ്ചയല്ലേ? അത് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ക്ലാസ്സുകള്. ഓക്കെ, ഇനി മുതല് അങ്ങനെ ശ്രദ്ധിച്ചോളാം. പക്ഷെ ഇന്ന് എന്തായാലും ഞാൻ റെഡിയല്ല. റെഡി ആയ ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും? ക്ലിയർ അല്ല മിസ്. ഓക്കെ. എടാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരു 3 അസുഖങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെല്ലാമാണ് അസുഖങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ബി, ടൈഫോയിഡ്, പിന്നെ ഏതായിരുന്നു? റുബെല്ല, BCG. BCG ആണ്. BCG വാക്സിനെ കുറിച്ചിട്ട് ഓക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. വെനസ്ഡേ ടീച്ചർ തന്നെയല്ലേ വരിക? വെനസ്ഡേ എനിക്ക് ഉറപ്പില്ല. വെനസ്ഡേ ഞാനാണെങ്കിൽ അപ്പൊ ഞാൻ അത് ഡിസ്കസ് ചെയ്യിക്കാം. സോ ഇതേപോലത്തെ ഒരു കാർഡാണ് എല്ലാവർക്കും ഉള്ളത്. എന്താണ് മാതൃശിശു സംരക്ഷണ കാർഡ്. എന്റെ കാർഡ് എടുത്തു തന്നിരിക്കുന്നതാണ്. ഇതാണ് തോന്നുന്നു. അതെ അതെ. പുതിയത് ഇതാണ്, പഴയത് ഇതല്ല, വേറെ. ഇത് പുതിയതാണ്. 1.5 വയസ്സായിട്ട് 1.5 വയസ്സ് അത് 1.5 വയസ്സിന്റെ ആണ്. ലാസ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു അവളുടെ വാക്സിൻ, മോന്റെ വാക്സിൻ ആയിരുന്നു. OPV എടുത്തത്. ലാസ്റ്റ് എടുത്തത് OPV വാക്സിനാണ് എടുത്തത്. വൈറ്റമിൻ A കൊടുത്തു. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് എടുത്ത വാക്സിൻ ഉണ്ട്. 14th February 2025. ലാസ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേ പോയിട്ട് ഞാൻ വാക്സിൻ എടുത്തതാണ്. സോ ഇതിൽ കുറച്ച് വാക്സിൻസിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. OPV എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ്. ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റിമെമ്പർ ചെയ്യണം. OPV പോളിയോ വാക്സിനേഷൻ. ഓറൽ പോളിയോ വാക്സിനേഷൻ. ഇതില് അവൻ ജനിച്ചത് 27th June 2023 അപ്പൊ അന്ന് തന്നെ കൊടുത്ത വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി അതെന്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള വാക്സിൻ ആണ്? മഞ്ഞപ്പിത്തം. ഓക്കെ. ജോണ്ടൈസിൽ നിന്ന് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ജോണ്ടിസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. ജനിച്ച ഉടനെ എടുക്കുന്നതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് 24 മണിക്കൂറിനുള്ളിൽ നൽകുക. 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഇതില് ഇത്തിരി മാറ്റമുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ എടുത്തിരിക്കുന്നത് BCG ആണ്. അത് നെക്സ്റ്റ് ഡേ 28th June 2023 എടുത്തിട്ടുണ്ട് BCG വാക്സിൻ. അഗെയിൻസ്റ്റ് എന്തിനെതിരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എടുത്തത്? ട്യൂബർകുലോസിസ്.
ട്യൂബർകുലോസിസ്. പിന്നെ എടുത്തതാണ് OPV. 26th സെയിം ഡേ തന്നെ 26th June 23 എടുത്തതാണ് OPV. OPV എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നതാ? പോളിയോ പോളിയോ, ഓറൽ പോളിയോ വാക്സിൻ ആണ് പറയുന്നത്. ഇനി ഇതാണ് ജനിച്ച ഉടനെ അവനെടുത്തിരിക്കുന്ന വാക്സിൻ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഈ ഷെഡ്യൂൾ അനുസരിച്ച് ജനിച്ച ഉടനെ ആ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട്. 27-ാം തീയതി ജനിച്ചു, 28-ാം തീയതിക്കുള്ളിൽ അവ 3 വാക്സിൻസ് എടുത്തു. OPV എടുത്തു, ഹെപ്പറ്റൈറ്റിസ് B എടുത്തു, BCG എടുത്തു. അത് കഴിഞ്ഞ് 1.5 മാസത്തിൽ എടുത്തിരിക്കുന്ന വാക്സിൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിലുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, OPV1 ആദ്യം 0 ഡോസ് ആയിരുന്നു എടുത്തത്. നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് OPV1 ആണ്, 1.5 months ആയപ്പോ. പിന്നെ IPV എടുത്തിട്ടുണ്ട്, റൊട്ടാവൈറസിനെതിരെ എടുത്തിട്ടുണ്ട്, PCV എടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ 1.5 മാസം കഴിഞ്ഞു OPV, IPV, റൊട്ടാവൈറസിന്റെ PCV. പിന്നെ എടുത്തിരിക്കുന്നത് OPV തന്നെ വീണ്ടും സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ട് 2.5 മാസം ആയപ്പോ. പിന്നെ റൊട്ടാവൈറസിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്. പിന്നെ OPV തേർഡ് ഡോസ് 3.5 മാസത്തില്. IPV എടുത്തിട്ടുണ്ട്, റൊട്ടാവൈറസിന്റെ ഉണ്ട്, PCV ഉണ്ട്. അത് കഴിഞ്ഞ് 9-ാം മാസത്തില് MMR എടുത്തിട്ടുണ്ട്. MR വാക്സിൻ എന്തിനാ? ഏജ് ഓഫ് 9 months MR എന്തിനാ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാ? ബ്രെയിൻ പ്രൊട്ടക്ഷൻ. ഓക്കെ. പിന്നെ വൈറ്റമിൻ A ഫസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്, PCV ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടുണ്ട്. IPV അവര് ആഡ് ഓൺ ചെയ്ത് എഴുതിയിരിക്കുന്നത്, കാരണം ഈ ബുക്കിന്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും IPV തേർഡ് ഡോസ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 9-ാം മാസത്തിൽ അത് കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് 16 to 24 monthsന്റെ വാക്സിൻസ് ആയിരുന്നു. DPT ബൂസ്റ്റർ ഡോസും വൈറ്റമിൻ എയും OPV ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? DPT, വൈറ്റമിൻ A, OPV. OPV കൊടുത്തു. ഓക്കെ, ഓറൽ പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, DPT കൊടുത്തു, വൈറ്റമിൻ A കൊടുത്തു. ഇനി ആൾക്ക് എടുക്കാത്തത് MMR ആണ്. MMR മീസിൽസ്, മംസ്, ബെല്ല, അതിനുള്ള വാക്സിനേഷൻ ഞാൻ എടുത്തിട്ടില്ല. 1 മാസം കൂടി കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ആൾക്ക് ചെറിയൊരു ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുണ്ട്, എപ്പോഴും വയ്യായി വരും, ഇടയ്ക്കിടയ്ക്ക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് MMR എടുത്തിട്ടില്ല. MMR എടുക്കണം, പക്ഷെ നിർബന്ധമായിട്ട് എടുക്കണം. കാരണം മംസ് ഒക്കെ ഇപ്പൊ എപ്പോഴും കൂടുതലായിട്ട് ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ കേൾക്കുന്ന ഒരു അസുഖമാണ്. മംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ. ഇനിയിപ്പോ ഓരോന്നും ഓരോ ഏജില് സെപ്പറേറ്റ് ആയിട്ടുള്ള വാക്സിൻസ് നമ്മൾ പറഞ്ഞു പോയത്. ടൈഫോയിഡിനെ കുറിച്ച് ഞാൻ നമ്മള് എന്താണ് കോമൺ ചൈൽഡ് ഡിസീസിലെ ടൈഫോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈഫോയിഡ്. എന്തായിരുന്നു? ബാക്ടീരിയയിൽ പരത്തുന്ന ഒരു അസുഖമാണ്. അപ്പോ ആ സമയത്ത് ഒരു 3 to 4 weeks പനി ഉണ്ടാകുന്നൊരു. ഓക്കെ. പിന്നെ ടൈഫോയിഡ് പറഞ്ഞത് നമ്മള് ഈച്ചകള് പരത്തുന്നതല്ലേ പറഞ്ഞിരുന്ന? ടൈഫോയിഡ് ഒരു ബാക്ടീരിയ അല്ലേ? ചെറിയ ചുമന്ന ഡോട്ട് നമ്മുടെ ദേഹത്തൊക്കെ ഉണ്ടാവും, നല്ല ഹെഡേക്ക് ഉണ്ടാവും, പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, ഛർദി, തലവേദന, അതേപോലത്തെ. ഛർദി, തലവേദന, വെള്ളത്തിൽ കൂടെയൊക്കെ പകരുന്നു പറഞ്ഞത്. വെള്ളത്തിൽ കൂടെയും പൊടി കൂടെയും ഒക്കെ പടരുന്നതല്ലേ? പിന്നെ വോമിറ്റിങ്ങോ അങ്ങനെയൊക്കെയല്ലേ സിംറ്റംസ് വരുന്നത്? ഹ്യൂമൻ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ടൈഫോയിഡ് പറഞ്ഞപ്പോ ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്റ്റോറി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞു. അവരുടെ ബോഡിയിൽ അങ്ങനെ ഒരു അസുഖം ഉണ്ട്. അപ്പൊ അത് അവർ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ അത് ഇൻഫെക്റ്റഡ് ആയി എന്നൊക്കെ ഒരു കഥ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ വേറെ ഓക്കെ,
വേറെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും അസുഖങ്ങൾ മനസ്സിലാവാത്തുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ പോർഷൻ വരെ. അതെ ടൈഫോയിഡ്. അതെ. അപ്പോ ദ ടീച്ചേഴ്സ് ഷുഡ് അവെയർ ഓഫ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. നമ്മുടെ ആ ഒരു ചാപ്റ്റർ, 4th ചാപ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്? നമുക്ക് ടീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു അസുഖങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ വേണം. കാരണം നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടിയുടെ മേത്ത് ഒരു ചുമന്ന ഡോട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ആ ഡോട്ട് വന്നത്. നോർമൽ ആണ് എന്ന് വിട്ട് കളയരുത്. ചിലപ്പോ ഈ ഒരു ടൈമിൽ ഇപ്പൊ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇപ്പൊ സമ്മർ സീസണിലേക്ക് വരാണല്ലോ. അപ്പൊ ഈ ടൈമില് സാധാരണയായിട്ട് മേത്ത് ചൂടുകുരുകൾ വരും. അപ്പൊ ചൂടുകുരു ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണ്ടേ? എന്നാലല്ലേ മറ്റുള്ള കുട്ടികളെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തത്, പഠിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ യൂണിറ്റ് 4ഉം യൂണിറ്റ് 7ഉം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇന്ന അസുഖം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നതാണ് ഇതിന്റെ ലക്ഷണം, ഇതുകൊണ്ടാകാം എന്ന് ഊഹിക്കാനുള്ളത്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണാനുള്ള കണ്ണിൽ നല്ല ഒരു മഞ്ഞ കളർ, ലൈറ്റ് മഞ്ഞ കളർ തോന്നുകയാണെങ്കിൽ ഫീൽ ചെയ്യണം ഇത് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമാണോ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 2 ചാപ്റ്റേഴ്സ് ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അതേപോലെ 7th ചാപ്റ്ററിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാവരും എല്ലാ വാക്സിൻസും എടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിൽ വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങള് അല്ലെങ്കിൽ ഒരുപാട് ഡിസീസുകൾ നമുക്ക് ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചു. അപ്പൊ നമുക്ക് ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നോക്കാട്ടെ, വായിക്കാം. The teachers should be aware of common childhood disease and be careful to notice if the child catches ailment which may be cured by others. മറ്റുള്ളവരുടെ എന്തെങ്കിലും അസുഖം സ്പ്രെഡ് ചെയ്യുന്ന നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് നോളജ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ക്യാൻ ഹെൽപ്പ് ദ സൊസൈറ്റി ഫ്രം ഡേഞ്ചറസ് എപ്പിഡമിക്സ്. അപ്പൊ ടീച്ചേഴ്സിന് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ടീച്ചറിന് ഒരു കുട്ടി കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ മുണ്ടുനീരാന്ന് പറഞ്ഞു. മംസ് അല്ലെ, മുണ്ടുനീരാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു വാക്സിൻ, അപ്പൊ മോളെയും വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു മംസിന്റെ വാക്സിൻ അവർക്ക് അറിഞ്ഞുകൂടാ, എടുത്തിട്ടുണ്ടോന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ആള് ചെറുതാണ്. ഞാൻ പറഞ്ഞു അങ്ങനൊരു വാക്സിൻ ഇപ്പൊ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അങ്ങനൊരു വാക്സിൻ ഉണ്ട്, നിങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ആള് കൊണ്ടുപോയി എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം MMR എടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് സെന്റേഴ്സിലില്ല, പുറത്തുനിന്ന് എടുക്കുന്ന വാക്സിനാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കാം ഇതിന്റെ വാക്സിൻസ്. ചില ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ഏതൊക്കെ വാക്സിൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ടിക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അപ്പം MMR എടുക്കാത്ത കുട്ടികളാണെങ്കിൽ അത് MMR എടുപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എടുത്തില്ലെങ്കിൽ MR എടുത്താലും പോരെ? എടാ, MR എടുത്താലുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? മംസ് കിട്ടൂല. വേണ്ടതുണ്ടോ? MR എന്ന് പറയണത് നമ്മുടെ ഏതാണ് ചെല്ലടാ, അഞ്ചാം പനിക്കും റുബെല്ലയ്ക്കും ഇതിലുള്ളതാണ് MR. അത് ഇവിടെ കൊടുക്കും. നമ്മൾ ഈ 9 മന്തിൽ മീസിൽസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും MR വാക്സിൻ എന്ന് പറയുന്നത്. MR ഫസ്റ്റ് ഡോസ് കൊടുക്കും. MMR ആണ് മീസിൽസ്, മംസ്, റുബെല്ല. അപ്പൊ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടാണ്. ചിലി ചോദിക്കാൻ കാരണം മോൾക്ക് എടുത്തിട്ടുണ്ടോ? അല്ല, മോൾക്ക് MR എടുത്തിട്ടുള്ളൂ, MMR എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എടോ അപ്പൊ അത് കുഴപ്പമില്ലാടോ, MR ആയാലും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് പോന്നു, ദുബായിലേക്ക് പോന്നേ, ഇപ്പൊ നാട്ടിലില്ല. എടുക്കായിരുന്നു എന്താണെന്നറിയാമോ? എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പൊ കോമൺ ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ നാട്ടില് മംസ് ഇപ്പൊ കോമൺ അല്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ട്, ഇപ്പൊ ഹെൽത്തിന്നൊക്കെ ആശാ വർക്കേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് ഇതെടുക്കണമെന്ന് പറഞ്ഞിട്ട്.
ഞാൻ കഴിഞ്ഞ പക്ഷെ ദിവസം എന്നോട് ആശാ വർക്കർ തന്നെയാ പറഞ്ഞേ. പിന്നെ ഡോക്ടറും പറഞ്ഞു MR അല്ലെങ്കിൽ MMR എന്നാ പറഞ്ഞേ. അപ്പൊ എന്നോട് പറഞ്ഞു എടോ MR എടുത്താൽ മതി, MMR എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം MR എടുത്തു, MMR എടുത്തില്ല. അത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇവിടെ പറയുന്നുണ്ട് MMR എടുക്കണം നിർബന്ധമാണെന്ന് പറഞ്ഞു. കാരണം മോന് MR എടുത്തിട്ടുണ്ട്, 9 months MR എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ പോയതാണ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഇങ്ങനെ ആശാ വർക്കർ എന്നോടും പറഞ്ഞു MR മാത്രം എടുത്താൽ മതി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു MMR എടുത്തോട്ടെ, കാരണം അവന് വയ്യായിരുന്നു. ഇപ്പൊ OPV എടുക്കാൻ വേണ്ടി വന്നതാണ്. OPVയും പിന്നെ PPTയും എടുക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പൊ MR ഞങ്ങള് ഉറപ്പാണ് 1 മാസം കഴിഞ്ഞിട്ട് MR എടുക്കൂന്ന് ഉറപ്പാണെങ്കിൽ MMR എടുക്കൂന്ന് ഉറപ്പാണെങ്കിൽ ഞങ്ങൾക്ക് വാക്സിൻ എടുക്കുന്നില്ല. നിങ്ങൾ പോയിട്ട് എടുത്തു. കാരണം ഇപ്പൊ കോമൺ ആണ് മംസ്. ഇപ്പൊ എല്ലായിടത്തും ഈ മുന്തിരി എന്ന് പറയുന്ന അസുഖം കോമൺ ആണ്. അത് പ്രത്യേകിച്ച് ആൺകുട്ടി ആയതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അവിടെ പെൺകുട്ടിയാണോ ചിലൂര്? പെൺകുട്ടിയാ. അതുകൊണ്ടായിരിക്കും. കാരണം ആൺപിള്ളേർക്ക് എന്നോട് നിർബന്ധം പറഞ്ഞു. കാരണം ആൺകുട്ടിയാണല്ലോ. അത് ഒരു സൈഡ് എഫക്ട് ഉണ്ട് ആൺപിള്ളേർക്ക് മംസ് വന്നിട്ട് ചെറിയൊരു സൈഡ് എഫക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ സംസാരിച്ചു. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വൃഷ്ണങ്ങളിൽ വീക്കം സംഭവിക്കാനും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ഈ അസുഖത്തിനുണ്ട്. പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല, ആൺകുട്ടികൾക്ക് കേട്ടോ. അതുകൊണ്ടാണ് എന്നോട് നിർബന്ധം പറഞ്ഞ ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് നിർബന്ധം പറഞ്ഞു. എനിക്ക് വന്നിട്ടുണ്ട് ഈ അസുഖം മുഴുവൻ എന്ന് പറയുന്നത്. സ്ത്രീകൾ അത്രയും പ്രശ്നങ്ങൾ വരുത്തുന്നില്ല, സൈഡ് എഫക്ട് ഇല്ല. പക്ഷെ ആൺകുട്ടികൾ അത് കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് പറഞ്ഞു MMR എടുക്കണം. 1.5 മാസം നെക്സ്റ്റ് 15th ആയിട്ട് ഞാൻ പോയി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന വാക്സിനാണത്. അപ്പോ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്സേ, ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സ്കൂളില് അവിടെ പിള്ളേർക്കും ഇങ്ങനെ ഇത് വന്നായിരുന്നു, മുണ്ടുനീര് വന്നായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലെ ടീച്ചറിനും വന്നു. എന്റെ ടീച്ചറും ഒരാഴ്ചയായിട്ട് ലീവായിരുന്നു. അപ്പോ അത് ഇപ്പൊ ഉണ്ട്, കോമൺ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടില് അത്. ഇപ്പൊ ഞാൻ കേട്ടു. കാരണം നമ്മള് അടുത്തുള്ള ഒരു സ്കൂളാണ്. അവിടുത്തെ കുട്ടികൾക്കാണ് കോമൺ ആയിട്ട് എല്ലാ കുട്ടികൾക്കും സ്പ്രെഡ് ആവും പെട്ടെന്ന്. കുട്ടികളെല്ലാവരും ഒരുമിച്ചാണല്ലോ അവിടെ. പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. ഔട്ട് ബ്രേക്ക് വരുന്നത് പെട്ടെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ. ചിലപ്പോ ഇന്ന് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ ആ കുട്ടിക്ക് ലക്ഷണങ്ങൾ വരാണ്. അപ്പൊ മംസിന്റെ വാക്സിൻ എടുക്കുന്നത് MMR എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ. അതെ മിസ്സേ, ഇത് ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് വന്നു. ആ കുട്ടിയുടെ അയൽവാസിയായിരുന്നു മറ്റേ കുട്ടിയും. രണ്ടുപേരും ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പോ ആ കുട്ടി ആദ്യം വന്ന കുട്ടിയുടെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത കുട്ടിക്കും വന്നു. അവർ അയൽവാസികളായതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ക്ലാസ്സിൽ വേറെ ആർക്കും വന്നില്ല. പക്ഷെ ടീച്ചറിന് വന്നു. ടീച്ചറിനാണെങ്കിൽ 2 ബോയ്സാ. അപ്പൊ അവിടെ ടീച്ചേഴ്സ് പറയുന്ന കേട്ടു, 2 ആൺപിള്ളേരാലോ ടീച്ചറിന്, മക്കൾക്ക് വരാതിരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയണ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ആൺകുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സൈഡ് എഫക്ട് ഉണ്ട്. ഇതേ വൈറസ് ബാധ 16 മുതൽ 18 ദിവസത്തിനുള്ളിൽ ശേഷമാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. പെട്ടെന്ന് കാണിക്കില്ല. ഇതിന്റെ സൈഡ് ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുതുടങ്ങുന്നുണ്ട് 16 മുതൽ 18 ദിവസം വരെയാണ്. അത് കഴിയുമ്പോൾ അത് നമുക്ക് രോഗലക്ഷണങ്ങൾ വരുന്നത് മുഴുതില് വന്ന് ഒരു 18-16 ദിവസങ്ങളിലൊക്കെ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. കുറച്ച് വൈകിയാണ് അതിന്റെ ആ ബ്രേക്ക് വരുന്നത്. ഒരാൾക്ക് വന്ന് മാറും, അടുത്ത ആൾക്ക് പിന്നെ വരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവർക്കും വന്ന് പോകും. അപ്പൊ ഞാൻ പറഞ്ഞ ടീച്ചറുടെ കുട്ടി പഠിക്കുന്ന സ്കൂളില് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ മുണ്ടുനീരാണ്. 1.5 ആഴ്ചയായിട്ട് വിട്ടിട്ടില്ല മോളെ. ചില ആൾക്കാരിൽ അസുഖം രോഗലക്ഷണങ്ങളൊന്നും കാണില്ല കേട്ടോ മുണ്ടുനീരിന്. അപ്പൊ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ. ഹെൽത്ത് ചെക്കപ്പ് കുട്ടികളില് ഹെൽത്ത് ചെക്കപ്പ് ഉള്ളത്, അതേപോലെ ഹെൽത്ത് റെക്കോർഡ് ഉള്ളത് നല്ലതാണ്. നമ്മള് ഏതാണ് 8th ചാപ്റ്റർ പഠിച്ചപ്പോ എന്താണ് വിഷ്വലി ഇംപേർഷൻ ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഞാനൊരു സ്റ്റുഡന്റിന് ഇതേപോലൊരു ഇൻസിഡന്റ് വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത കാര്യം പറയില്ലേ? ഹെൽത്ത് ചെക്കപ്പ് കോമൺ ആയിട്ട് നടന്നുകൊണ്ടാണ് അങ്ങനെ വിഷ്വലി ആ ഒരു പ്രശ്നമുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും പറ്റിയത്. അപ്പോ ശരിക്കും പറഞ്ഞിട്ട് ഈ ഹെൽത്ത് ചെക്കപ്പുകൾ നല്ലതാണ്. എപ്പോഴും വേണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു 3 months കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. അപ്പോ അത് നമ്മള് കുട്ടികളിൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി കണ്ടെത്താനും അതിന് വേണ്ട പരിഹാരങ്ങൾ എടുക്കാനും നമുക്കതൊരു എന്താ പറയാ, അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് ചെറിയ സ്കൂളിലായിരുന്ന സമയത്ത്, മഠത്തിലായിരുന്ന സമയത്ത്
അപ്പോ അവിടെ ഹെൽത്ത് ചെക്കപ്പിന് വരും. അപ്പോ ഡോക്ടേഴ്സ് വരും. അപ്പോ ഡെന്റൽ ചെക്കപ്പിന് വന്നിരുന്നു ചെറുപ്പത്തിലായിട്ട്. ഞാനൊക്കെ കുഞ്ഞിക്കൊണ്ടായിരുന്നു, ഒരുപാട് വർഷം മുമ്പ്. അപ്പൊ ഡെന്റൽ ചെക്കപ്പിന് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. എല്ലാ വർഷവും വരും. ഒരു ഒക്ടോബർ മാസമാണ് ഡെന്റൽ മന്ത്, അല്ലെങ്കിൽ ആ ഒരു മന്ത് ആണല്ലോ ഒക്ടോബർ. അപ്പൊ അതുകൊണ്ട് എല്ലാ വർഷവും ഒക്ടോബർ മാസം ഒരു ദിവസം ഞങ്ങളുടെ മഠത്തിൽ അല്ല ഞങ്ങളുടെ സ്കൂളില് ഇതേപോലെ ഡെന്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി പഠിക്കുന്ന കുട്ടികളെയും കൊണ്ടാ വരുന്നത് കേട്ടാ. ഈ എന്താ പറയാ, ഇതാവാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളും ഡോക്ടേഴ്സും എല്ലാവരും കൂടി ഒരു ക്യാമ്പ് പോലെ വരും. അപ്പൊ ഭയങ്കര സന്തോഷം എന്താണെന്നറിയാമോ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ നമ്മള് യൂസ് ചെയ്യുന്ന ബ്രഷ് ഇല്ലേ, ബ്രഷ് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ഇപ്പൊ എന്താണ് ഇലക്ട്രിക് എന്താ പറയാ മെഷീന്റെ ഒക്കെ ബ്രഷ് ഉണ്ട്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിലൊക്കെ, 4ാം ക്ലാസ് അല്ല 1, 2 പഠിക്കുമ്പോ ഇന്നത്തെ കുട്ടികൾക്ക് ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നതാ. എന്റെ ചെറുപ്പത്തിൽ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി പോയിരുന്ന് പല്ലൊക്കെ ഇങ്ങനെ പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല കേട്ടാ, നല്ല പല്ലാണ്. കാരണം നല്ല ഉക്കിരിയും ഉപ്പും ചേർത്താണ് മുമ്പ് പല്ലേച്ചിരുന്നത്. ഭയങ്കര വീട്ടില് അന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് ഉമിക്കിരിയും ഉപ്പും. അതൊക്കെ അത് വെച്ചാൽ പല്ലേച്ചിരുന്നു ചെറുപ്പത്തില് കുഞ്ഞരച്ചാണ്. അച്ഛനമ്മയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പല്ലേച്ച് നല്ല മുത്തുമണി പോലത്തെ പല്ലുകളായിരുന്നു അതൊക്കെ. അപ്പം അവരിങ്ങനെ പരിശോധിച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് പേസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ, ചെക്കപ്പ് കഴിയണം എല്ലാവർക്കും ഇത് കൊടുക്കും. ഒരു പേസ്റ്റും ഒരു ബ്രഷും തന്നിട്ടാ. അയ്യോ ഞാൻ ആദ്യമായിട്ട് ബ്രഷ് കാണുന്നതാ. അച്ഛനോടൊക്കെ പറഞ്ഞിട്ടിട്ട് ചെറുപ്പത്തില് ബ്രഷ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. കാരണം അന്ന് ഫിനാൻഷ്യലി ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഈ ബ്രഷ് ഒന്നും അധികം ആരും യൂസ് ചെയ്ത് തുടങ്ങാത്തൊരു ടൈമാണ് എന്റെ ചെറുപ്പം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ബ്രഷ് അധികം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ കൈ കൊണ്ടും അതേപോലെ മാവിന്റെ കൊമ്പ്, പിന്നെ ആര്യവേപ്പിന്റെ തണ്ടില്ലേ, ആ ഒരു കമ്പ്, അതൊക്കെ വെച്ചിട്ട് ബ്രഷ് ചെയ്തിരുന്ന കാലം. അപ്പൊ ഇത് കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ ബ്രഷ് അടിക്കാൻ ഭയങ്കര സന്തോഷം. പേസ്റ്റും കിട്ടി, യൂസ് ചെയ്യാനുള്ള പേസ്റ്റും കിട്ടി. അപ്പൊ അതൊരു ഇപ്പോഴും ഓർമ്മയായിട്ട് നിൽക്കുന്നത് ഞാൻ എനിക്ക് ബ്രഷ് കിട്ടിയില്ല. ബ്രഷ് പേസ്റ്റ് ആദ്യമായിട്ട് കണ്ടോണ്ടാന്ന് തോന്നുന്നത്. എല്ലാ വർഷവും ഈ ഒക്ടോബർ മാസം ആവാൻ വെയിറ്റ് ചെയ്യും. ഈ പേസ്റ്റ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്നറിയോ, പേസ്റ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ അച്ഛൻ വാങ്ങിച്ചില്ല. അച്ഛൻ ബൾക്കായിട്ട് ഒരു ഉക്കിരി വാങ്ങിക്കാറ്. അപ്പൊ ഉക്കിരി വാങ്ങിച്ചു വയ്ക്കും, അതെല്ലാവരും യൂസ് ചെയ്യും. കുറെ കാലം എനിക്ക് ഓർമ്മയില് എനിക്ക് തോന്നുന്നു ഞാൻ 4th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പേസ്റ്റ് കോമൺ ആയിട്ട് വാങ്ങിച്ചു തുടങ്ങിയത്. എനിക്ക് മുമ്പൊക്കെ ഉക്കിരി തേച്ചിരുന്നത്. അപ്പോ ഇത് സാധാരണ എക്സാമിനേഷൻ മെഡിക്കൽ ചെക്കപ്പിനൊക്കെ വന്ന ആൾക്കാരെ ഇതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് പേസ്റ്റും ബ്രഷും ഒക്കെ. ഒരു ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു സർവീസ് പോലെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു അന്ന്. നമ്മൾ ഇന്ന് കാണുന്ന അത്ര ഫെസിലിറ്റീസ് ഒന്നും അന്നത്തെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ ജീവിത ശൈലിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ പേസ്റ്റ് ഇല്ലാത്തൊരു വീട് പോലും ഉണ്ടാവില്ല, ബ്രഷ് കാണാത്ത മക്കൾ പോലും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ മക്കൾക്കും ഇതേപോലത്തെ എല്ലാ ഇതുണ്ടാവും, അവൈലബിലിറ്റി ഉണ്ടാവും. ഞാനൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ മാത്രല്ല, എന്റെ കൂടെയുള്ള എല്ലാ കുട്ടികളും ഈ പറഞ്ഞ പോലെ ബ്രഷും പേസ്റ്റ് ഒന്നും കാണാത്ത കാലത്താണ് ഈ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു ഹെൽത്ത് മെഡിക്കൽ ക്യാമ്പ് ആയിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഒക്ടോബറിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഒക്ടോബർ മന്ത്സിൽ ഞങ്ങളുടെ മഠത്തില് ഇപ്പോഴും അതേപോലത്തെ ഒരു ക്യാമ്പ് ഉണ്ട്. A regular health checkup of the child should be attempted and the health record should be maintained. ഒരു കുട്ടിയുടെ ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ വെയിറ്റ് എത്രയാണ്, അവന്റെ ഹൈറ്റ് എത്രയാണ്, അവന് അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ, അതേപോലത്തെ എപ്പിഡമിക്സോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഈ കാലയളവിൽ വന്നിട്ടുണ്ടോ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ടോ, അതേപോലെ അവന്റെ ഹെൽത്ത് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അതേപോലെ ഞങ്ങളുടെ സ്കൂളിലും നമ്മളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹെൽത്ത് ചെക്കപ്പുകൾ ഉണ്ടാവും. അതേപോലെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതേപോലെ ബ്ലാക്ക് ബോർഡ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഉള്ള മറുകുകൾ, അതൊക്കെ എഴുതി വെക്കാറുണ്ട് എന്റെ ഓർമ്മയില്. കാരണം കുറച്ചും കൂടി ക്രിസ്ത്യൻ റിലേറ്റഡ് ആയ ക്രിസ്ത്യൻ മിഷണറിയുടെ കീഴിൽ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. സിസ്റ്റേഴ്സ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതേപോലെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് അവർ കുറച്ചുകൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളവിടെ പഠിപ്പിക്കുക അല്ലെങ്കിൽ, കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, തുടങ്ങിയ സമയമാണ്.
പക്ഷെ എന്നാലും അവർ കൂടുതലായിട്ട് ഈ പഠിപ്പിക്കുന്നതിലും കൂടുതൽ കുറച്ചും കൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ ഹെൽത്ത് വീക്കാണ്, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളെ സിസ്റ്റർ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കും, രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞങ്ങളൊക്കെ പറയും, ചിലവർ കഴിച്ചിട്ടുണ്ടാവും, ചിലർ കഴിക്കാത്തവരുണ്ടാവും. ചിലവർ കഴിക്കാത്തവരാണെങ്കിൽ അവര് നേരെ ഞങ്ങൾക്ക് അവിടെ ഇതുണ്ട്, ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന പാചക പുര, അവിടെ കൊണ്ടുപോയിട്ട് കഞ്ഞിവെള്ളവും കൂടി വാങ്ങിച്ചു തരും. സിസ്റ്റർ അത് പേഴ്സണലി ഒരു ഇന്റൻഷനോട് കൂടി ചെയ്തിരുന്നതാണ്. ഭയങ്കര ഒരു എന്താ പറയാ, ഞാനിപ്പോ അന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടായില്ലെങ്കിൽ എനിക്ക് കിട്ടും ആ കഞ്ഞിവെള്ളവും ചോറും ഒക്കെ കൂടി. അതൊക്കെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം അത്രയും അവര് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് അത്രയും വെറീഡ് ആണ്. ഞാൻ ആലോചിക്കും, ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്നോട് ആലോചിക്കുമ്പോ അന്ന് സിസ്റ്റർ ചെയ്ത ആ ഓരോ കാര്യങ്ങള് എനിക്ക് മനസ്സിൽ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അതേപോലെ നല്ല അടിയും വെച്ച് തരും കേട്ടോ, നല്ല അടിയും വെച്ചിട്ട് നല്ല വാണിക്കും തരും. നമ്മുടെ ഫുഡും ഭക്ഷണം ഒരു പറ്റുപോലെ നമ്മള് ആ പ്ലേറ്റ് ഫുള്ളും ക്ലീൻ ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. കറിവേപ്പില അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമേ കളയാൻ പാടുള്ളൂ, വേസ്റ്റ് ഒട്ടും വെക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, പ്രോപ്പർ മാനേഴ്സ്, പുള്ളിക്കാരത്തി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വടിയും പിടിച്ച് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്, വരാന്തയിലാണ് എല്ലാ കുട്ടികളും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയതിനു ശേഷമായിരിക്കും, അവർ കഴിച്ചതിന് ശേഷമാണ് സിസ്റ്റർ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അത്രയും നേരം ഞങ്ങളുടെ ഒപ്പം ആള് ആ ഒരു സൂപ്പർവിഷൻ ഭയങ്കര ഒരു ഇതായിട്ടാണ്. കാരണം ചില കുട്ടികൾ ഭക്ഷണം പാഴാക്കാറുണ്ട്. ചിലപ്പോ അവര് ചില കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഭക്ഷണം കളയും. അപ്പൊ അതൊക്കെ കാണും ചെയ്യും. സിസ്റ്റർ പറയും അതൊക്കെ ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി. അപ്പം അപ്പോഴത്തെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ ഒരു പറ്റ് പോലും കളയില്ല, ഫസ്റ്റ് തന്നെ വേഗം ഭക്ഷണം കഴിച്ചു പോകും. ഓക്കെ, അപ്പം അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് എക്സാമിനേഷൻ ഇപ്പൊ നമ്മള് ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ പനിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പാരന്റ്സിനെ വിളിക്കും. ചിലപ്പോ സിസ്റ്റർ തന്നെ തോന്നിയിട്ടുള്ള മരുന്നൊക്കെ സിസ്റ്റർ തന്നെ തരാറൊക്കെ ഉണ്ട്. അപ്പൊ ഹെൽത്ത് എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ്സ് ജനറൽ അപ്പിയറൻസ്. അപ്പൊ ഹെൽത്ത് എക്സാമിനേഷനിൽ വരുന്നത് സാധാരണ കുട്ടിയുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, സാധാരണ കുട്ടികൾ എങ്ങനെ നടക്കേണ്ടത്, അവരുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ പൾസ്, നമ്മൾ പൾസ് ചെക്ക് ചെയ്യില്ലേ, പൾസ് നോർമൽ ആണോ, ടെമ്പറേച്ചർ മെഷർമെന്റ് ആ ടൈമില് ഓരോ ക്ലാസ്സിലെ കുട്ടികളെയായിരിക്കും കൊണ്ടുപോകുന്നത്. ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യും. അതേപോലെ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, അബ്ഡമൻ എക്സാമിനേഷൻസ്, പിന്നെ നെക്ക്, അതേപോലെ ഐ, നോസ്, തോട്ട്, ടീത്ത്, ഹെയർ, സ്കിൻ, നെയിൽ, വിഷൻ, ഹിയറിംഗ്, മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ്സ് ഓഫ് ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ. ഇങ്ങനെ ഒരുപാട് എക്സാമിനേഷൻസ് ആണ് പറഞ്ഞത്. ഇതിലെനിക്ക് തോന്നുന്നു യൂറിൻ അതേപോലത്തെ സ്റ്റൂളൊന്നും നമ്മൾ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ നമ്മള് എവിടെ കൊടുക്കാറ്, ലാബുകളിലാണ് കൊടുത്ത് ചെയ്യാറ്. ബാക്കി ഏകദേശം എക്സാമിനേഷൻസ് ഒക്കെ സാധാരണയായിട്ട് നമ്മള് സ്കൂളുകളിൽ ക്യാമ്പുകൾ മുഖേന നടത്താറുണ്ട്. ദിസ് ഹെൽപ്സ് ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിഫക്ട്സ് സച്ച് ആസ് ഡിഫക്റ്റീവ് വിഷൻ, ഡെന്റൽ കെയർസ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്, നമുക്ക് പുവർ വിഷൻ ആണ് വിചാരിക്കുന്നത്, നമുക്ക് കാഴ്ച പരിമിതികൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി കാണാനും അതിന് വേണ്ട ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും അവർ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡെന്റൽ കെയർസ് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അന്ന് അവര് ആ ക്യാമ്പില് എന്താക്കുന്നത് പേസ്റ്റ് ബ്രഷ് ഒക്കെ തന്നത് ഡെന്റൽ കെയറിന് വേണ്ടിയിട്ടായിരിക്കും. A health checkup should be the duty of the parent as well as school. നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത് പാരന്റ്സിനെ പോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെയും ഡ്യൂട്ടിയാണ്. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഹെൽത്ത് ഓക്കെ ആയിരിക്കണം, അവർക്ക് വേറെ പ്രോബ്ലംസോ മറ്റസുഖങ്ങളോ ഒന്നും വരരുത് എന്നുള്ളത് അവിടെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. Then any problems, diagnosis or disclosed should be immediately attended to. എന്തെങ്കിലും ഇതേപോലത്തെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിന് വേണ്ട ആക്ഷൻസ് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഹെൽത്ത് ചെക്കപ്പ് റിലേറ്റഡ് ആയിട്ട്? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ലെപ്രോസി നമ്മളെ കുഷ്ഠരോഗത്തിനുള്ള ചെക്കപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് അതിന്റെ കൂടുതലായിട്ടുള്ള അതിനെ നിവാരണം ചെയ്യാനായിട്ടുള്ള എന്തോ പദ്ധതികളുടെ പ്രകാരം ഡോക്ടേഴ്സൊക്കെ എനിക്കൊന്നും ചെറുപ്പത്തിൽ ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഡോക്ടേഴ്സ് വന്നിട്ട്.
വേറെ ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് വല്ലതുണ്ടോ? മറ്റേ അസുഖങ്ങളുടെ ക്യാമ്പ് നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ? ഇപ്പൊ കോമൺ ആണ്. ഇപ്പം നമ്മള് വിഷന്റെ ഒക്കെ ആയിട്ടായാലും അത്യാവശ്യം ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇല്ല? ഓക്കെ. എന്റെ ഓർമ്മയിൽ ഒരെണ്ണം കൂടി ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ പറയുന്ന ഏജില് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന അസുഖം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു. ഓർമ്മയുണ്ട് അത് നമുക്ക്? മ്യൂട്ട് ചെയ്യോടാ ദിവ്യ, മ്യൂട്ട് കേട്ടോ. ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന അസുഖം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു സമയമാണ്. അപ്പോ 2004 ആണെന്ന് തോന്നുന്നു, സുനാമിയുടെ ഒക്കെ ആ ടൈമിലാണ്. ഞാൻ ഈ പറയുന്ന കഥകൾക്കൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരുപാട് ക്യാമ്പുകൾ നടത്തിയവര് ഈ ഒരു അസുഖം കണ്ടെത്താനും ഇതിന് ഒരുപാട് ഭയങ്കര സൈഡ് എഫക്റ്റ് ആയിരുന്നു. അന്ന് കാല്, നീര്, അങ്ങനെ ഒരുപാട് പേർക്ക് ഡിഫക്റ്റീവ്സ്, സൈഡ് എഫക്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ക്യാമ്പുകൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വകയായിട്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാല് നമുക്ക് നമ്മുടെ സൊസൈറ്റിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ഇതേപോലത്തെ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നാളത്തേക്ക് ഒരു ഭാവി, ഒരു എന്താ പറയാ, ഒരു ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല ഭാവി തലമുറയെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ അസുഖങ്ങൾ നേരത്തെ കണ്ടെത്താനും അതെന്ത് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും പിന്നെന്താണ് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക, അത് മാറ്റിയെടുക്കുക. അത് നമ്മളുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ വിഷൻ ഇംപേഷ്യന്റ് ആണെന്ന് കണ്ടെത്താനായിട്ട് അവനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കും. കാരണം ആ കുട്ടിയുടെ ബുക്ക് നോക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ അവരും ബോർഡിലുള്ളതല്ല എഴുതുന്നത്. ചിലപ്പോൾ അവർ അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതും കൂടി ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും വേണം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് സേഫ്റ്റി ആണ്. നമുക്കറിയാം കുട്ടികള് ഭയങ്കര വികൃതിക്കാരല്ലേ, എപ്പോഴും ഓടിച്ചാടി നടന്ന് ഭയങ്കര എന്തെങ്കിലുമൊക്കെ എപ്പോഴെപ്പോഴും ചെയ്തോണ്ടിരിക്കും, ഭയങ്കര ചുറുചുറുക്കമാണല്ലേ. സാധാരണ നമ്മൾ നിർത്തി അവിടെ തന്നെ നിൽക്കോ? ഇല്ലല്ല, ഭയങ്കര ഇതാണ്. അപ്പൊ കുട്ടികളുടെ അടുത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മള് കുട്ടികളുടെ അടുത്ത് കഴിക്കുവോ, അല്ലെങ്കിൽ അവർക്ക് ഡേഞ്ചറസ് ആണ്, നമുക്ക് ഡേഞ്ചറസ് ആണ്, കുട്ടികൾക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് മാറ്റി വെക്കാറുണ്ട്. അതെന്തൊക്കെയാ? മക്കളുടെ കയ്യിലൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ ചെയ്യാറുള്ളതാണ്. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ്, മെഡിസിൻ, മെഡിസിൻ, ബ്ലേഡ്, കത്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട്. നൈഫ് മാറ്റി വെക്കാറുണ്ട്. അതേപോലെ കെമിക്കൽസ്, മറ്റേ എന്താ പറയാ, തോട്ടത്തിലൊക്കെ തെളിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന പെസ്റ്റിസൈഡ്സോ കെമിക്കൽസോ നമ്മൾ ഒരിക്കലും കുട്ടികൾ എത്താത്ത രീതിയിൽ ഒളിപ്പിച്ചെറിഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും വയ്ക്കാറ് അല്ലെ? മണ്ണെണ്ണയൊക്കെ കുടിച്ച് കുട്ടി ഒരു ഇൻസിഡന്റ് കേട്ടാ ഞാൻ വായിച്ചതാണ്, എനിക്ക് ഭയങ്കര വിഷമമായി. അച്ഛൻ ഗൾഫിലാണ്, അമ്മ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അച്ഛനെ. അപ്പോ അവിടെ ഒരു കുപ്പിയിൽ മണ്ണെണ്ണ വാങ്ങിച്ചിട്ട് വെച്ചിരിക്കുകയാണ്, സ്റ്റെയറിൽ എങ്ങാണ്ടാണ്. അപ്പോ മണ്ണെണ്ണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിക്ക് ഇറങ്ങി വന്നിട്ട് അമ്മ വെള്ളം ചോദിച്ചാൽ മതി എടുത്തു. പക്ഷെ അമ്മ അച്ഛനോട് സംസാരിക്കാൻ തരത്തില്ല, ഇപ്പൊ തരാട്ടാ എന്ന് പറഞ്ഞു. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്തു, ആ ബോട്ടിൽ തുറന്നു മണ്ണെണ്ണ കുടിച്ചു. മണ്ണെണ്ണ കുടിക്കുന്നത് അച്ഛൻ വീഡിയോയിലൂടെയും കാണുന്നുണ്ട്, അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ മണ്ണെണ്ണ കുടിക്കുന്നതും കണ്ടു. ഇത്രയും കഷ്ടപ്പെട്ടാലും ഹോസ്പിറ്റലിൽ, രാത്രിയായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടും പക്ഷെ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അമ്മ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയി, ഡിപ്രഷൻ വന്നു. ഒരുപാട് പ്രശ്നം കൊണ്ട് എന്താ പറയാ, ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് അമ്മേനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. എന്നാലും നമ്മളുടെ ഭാഗത്തു നിന്ന് വന്നൊരു അശ്രദ്ധ മൂലം ആ കുട്ടി മരിക്കുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും അമ്മമാർക്ക്. അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മൾ അറിയാതെയോ നമ്മുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് നമുക്കത് താങ്ങാൻ പറ്റില്ല. അത് നമുക്കുള്ള ഭയങ്കര മെന്റലി ഡിപ്രസ്ഡ് ആക്കും. ചെറിയ ഇൻസിഡന്റ് ആയാൽ പോലും നമ്മളത് ഭയങ്കര മെന്റലി ഡിപ്രസ്ഡ് ആക്കും. അപ്പൊ ഇതേപോലത്തെ ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാവും ചുറ്റുപാട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ അടുത്ത് നിന്ന് റീച്ച് ചെയ്യാത്ത രീതിയിൽ മാറ്റണം. അപ്പോ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നേ, അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ നമ്മളോട് പറയണമെന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാല് ഈ വേണ്ടപ്പെട്ടൊരു ചേച്ചിയുടെ
ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചിക്ക് 2 മക്കളായിരുന്നു. മൂത്ത ആള് പെൺകുട്ടി മുതിർന്നതും ആൺകുട്ടി ചെറുതുമാണ്. ഒരു 1.5 വയസ്സൊക്കെ ഉള്ളൂ അവന്. അപ്പൊ ലേറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ആള് വന്നത്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു, ഭയങ്കര നല്ല സന്തോഷമുള്ള ഫാമിലിയാണ്. കാരണം ഇളയത് ആൺകുട്ടിയും കൂടിയാണ്. മൂത്ത ആളും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, അമ്മയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അത് ചേച്ചി ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര കെയറിങ്, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഫാമിലി. അച്ഛനും അമ്മയും മക്കളും കൂടെ എവിടെയും പോവുള്ളൂ. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. മക്കൾ രണ്ടുപേരും ഹാളിൽ ഇരുന്ന് കളിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്തപ്പോ അച്ഛന് മനസ്സിലായി എന്തോന്നെ തട്ടിയിരുന്നു. അപ്പൊ സൈക്കിൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു അച്ഛൻ വീണ്ടും ബാക്കിലോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു. അപ്പോഴേക്കും അമ്മ പുറത്തേക്ക് അപ്പോഴേക്കും കൊച്ചു കരഞ്ഞു. അപ്പോഴേക്കും അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഈ കുട്ടി വണ്ടിയുടെ അടിയിൽ പെട്ടതായിട്ടാണ് കണ്ടത്. എന്നിട്ട് ഭയങ്കര ഡിപ്രസ് ആയി. കാരണം അമ്മ കാണാണ്, അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അച്ഛൻ എന്തോമേ തട്ടിന്ന് ഉറപ്പാണ്. പക്ഷെ വന്ന് നോക്കിയപ്പോഴേക്കും കുട്ടി വണ്ടി കയറി. വേഗം ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പക്ഷെ കുട്ടി മരണപ്പെട്ടു. ആ അമ്മയ്ക്കും അച്ഛനും ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം എടുത്തു. ഒരു 5-6 വർഷം മേലെടുത്തു ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട്. കാരണം നമ്മളറിയാതെ കുട്ടി ഹാളിൽ നിന്ന് കളിക്കുകയാണ്. അപ്പോ ഹാളിൽ നിന്ന് കളിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ വണ്ടിയെടുത്ത് ഇറങ്ങിയതാണ്. പക്ഷെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് എന്തോ കൊണ്ട് ഓടി വന്നതാണ് മോൻ. അപ്പൊ നമ്മള് മക്കളെ നോക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോ നമ്മള് എന്തൊക്കെ റിസ്ക് ഉണ്ട് ചുറ്റുപാടും എന്നൊക്കെ ഞാൻ പറയാം. ഇൻസിഡന്റ് കംപ്ലീറ്റ് ചെയ്യാം. ചേച്ചി ഭയങ്കര ഡിപ്രസ്ഡ് ആയി, ഭയങ്കരമായിട്ട് എന്താ പറയാ മെന്റലി ഭയങ്കര ട്രോമ ആയിരുന്നു. മോളെ മകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവളുടെ പഠിത്തം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു വിദ്യാഭ്യാസമുള്ള ചേച്ചിയാണ്, എന്നാലും മോളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ ഉള്ള കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയ പോലെയാണല്ലോ അത്. ഭക്ഷണം കൊടുത്ത് ഹാളിൽ നിർത്തിയ കുട്ടിയാണ്. നമ്മൾ സ്വന്തം ഉള്ള കയ്യിൽ നിന്ന് എങ്ങനെ എടുത്തോണ്ട് പോയി ഇങ്ങനെ ഭയങ്കര വിഷമാവില്ല. അപ്പൊ ഭയങ്കര വിഷമായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കൗൺസിലിങ്ങും കുറെ ഇതേപോലെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചേച്ചി ഒരു പരിധി വരെയും ഡിപ്രഷനിൽ മാറി. എന്നാലും ചേച്ചിക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഹസ്ബൻഡിന് നല്ല വിഷമമുണ്ട്. കാരണം ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് അത്. വേറെ ആരോടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. ആള് പഠിക്കാനായിട്ട് വിട്ടു, PSC പഠിക്കാൻ വിട്ടു. അപ്പൊ കുറച്ചും കൂടി കുട്ടികളോടൊക്കെ സംസാരിച്ച് ആ ഒരു രീതിയിൽ മോളെയും പഠിപ്പിക്കുന്നു, PSC പഠിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് LD ക്ലർക്ക് ആയിട്ട് പോസ്റ്റ് ജോലി കിട്ടി. കളമശ്ശേരിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ആ ചേച്ചി ഞാനും ജോയിൻ ചെയ്തത് സെയിം ടൈമിലായിരുന്നു. അപ്പോ ഞാൻ കോൺട്രാക്ട് ആയിരുന്നു, അത് പെർമനന്റ് ജോയിൻ ചെയ്താണ്. സോ ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു. ഒരു ഏരിയ വരുന്നത്, ഒരുമിച്ച് വരുന്നത്, ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോ ഇൻസിഡന്റ് ഒന്നും എനിക്ക് നമ്മള് അച്ഛനോട് ചോദിച്ചിട്ടേ ഇല്ല. മോളുടെ കാര്യം ചോദിക്കും. മോള് എക്സാം ആയിരുന്ന സമയത്ത് +2 പഠിക്കുന്ന ടൈം. അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. മോളുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചേച്ചിക്ക്. പക്ഷെ മോന്റെ അപ്പോഴും നമുക്ക് മനസ്സിൽ മുഖം കാണുമ്പോ അറിയാം ആൾക്ക് അതിൽ കൂടുതൽ എന്തോ വിഷമമുണ്ട്, എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്നാലും നമ്മളൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കും. എന്നാലും ആള് മെന്റലി അത്ര ഓക്കെയാണ്. ചില സമയത്ത് ഇയർ ബാലൻസിന്റെ പ്രശ്നം, അതേപോലെ ചിലപ്പോ തലകറങ്ങിയിട്ട് വീഴും. അതൊക്കെ ചിലപ്പോ ഇതിന്റെ ഒരു ഭാഗമായിരിക്കും. അപ്പൊ ഞാനിവിടെ പറയണെന്ന് വെച്ചാൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം എന്തൊക്കെ റിസ്കുകളാണ് കുട്ടികൾക്ക് വരാനുള്ള ചാൻസ്. നമ്മൾ ഭൂരിഭാഗം പ്രിക്യൂഷൻസ് എടുക്കാം. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലെ കട്ടിലയിൽ ഇങ്ങനെ പടിയില്ല, പടി വെച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും ഇറങ്ങി പോകണം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് മിക്ക കാര്യത്തിലും കുറച്ച് കൂടുതൽ സേഫ്റ്റി കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മള് കുട്ടികളാണ്, അവർക്ക് അറിഞ്ഞൂടാ, ഒരു അറിവില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, ഇന്റലക്ച്വൽ ഗ്രോത്ത് ഒന്നും കൈവരിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അതൊക്കെ ഉണ്ട്. നമ്മള് മാക്സിമം അവർക്ക് അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ അവോയ്ഡ് ചെയ്യാം. സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് സേഫ്റ്റിയിൽ വരാം. അപ്പൊ ഇതേപോലത്തെ ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് ഇത്തിരി ഓരോ ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞേട്ടാ. നോക്കാം. കേപ്പബിൾ ഓഫ് പ്രൊവിഷൻ ഫോർ സേഫ്റ്റി of children at home or outside is an accept
നോട്ട് ബി ടു ബി ഡിലേ. നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ട് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണം. ഒരു ഡിലേ കാണിക്കരുത്. നമ്മളിപ്പോ കുഞ്ഞു കുട്ടികളെ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റെയറുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മള് പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറയും സ്റ്റെയറിൽ എന്തെങ്കിലും വെച്ച് കെട്ടണം, അവൻ മുകളിൽ കയറ്റണ്ട. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. കാരണം എന്താണ്, സ്റ്റെയർ കയറി അവനെങ്ങാനും ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞ് അവൻ വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കീപ്പിംഗ് ഓഫ് ദ മെഡിസിൻസ്, കെമിക്കൽസ് ആൻഡ് ഡേഞ്ചറസ് ഐറ്റംസ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ് ദ ചിൽഡ്രൻസ്. കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം മെഡിസിൻസ്, കെമിക്കൽസ്, അതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. കീപ്പിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ് ഇൻസുലേറ്റഡ്. നമ്മളിങ്ങനെ വയറുകൾ ഉണ്ടാവില്ലേ, നമ്മളെന്താണ് കേബിൾ, അതേപോലെ ഇലക്ട്രിസിറ്റി വയേഴ്സ് ഒക്കെ നല്ല ഇൻസുലേറ്റഡ് ആയിട്ട് സൂക്ഷിക്കണം. ഇപ്പൊ ഷോക്ക് അടിച്ച് മരണപ്പെട്ടു, അതേപോലെ തന്നെ എന്താണ് ബക്കറ്റിൽ വീണ് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അത് നമ്മളുടെ ചിലപ്പോ ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2 സെക്കൻഡ്സിന്റെ അശ്രദ്ധ മൂലമായിരിക്കും ഇതേപോലത്തെ ആക്സിഡൻസ് സംഭവിക്കുന്നത്. പുട്ടിങ് എവേ ബ്രോക്കൺ പീസ് ഓഫ് ഗ്ലാസ്. നമ്മള് പൊട്ടിപ്പോയിട്ടുള്ള ഗ്ലാസ്സുകളൊന്നും ഇടരുത്. ക്ലീനിങ് ഓഫ് ദ സ്ലിപ്ഡ് വാട്ടർ ഓയിൽ ഓൺ ദ ഫ്ലോർ എക്സെട്ര. നമ്മുടെ ഫ്ലോറിൽ ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വീട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടുവേർഡ് സേഫ്റ്റി. ഇതെല്ലാമാണ് സേഫ്റ്റിക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. നമ്മള് ഇതേപോലെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ബക്കറ്റില് വെള്ളം എടുത്ത് വെക്കരുത്. ഫുള്ളായിട്ട് ബക്കറ്റില് വെള്ളം എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും എടുത്ത് വെക്കാൻ പാടില്ല. ഞാൻ പാട് വായിച്ചിട്ടുണ്ട് ബക്കറ്റില് 2.5 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സുകാരൻ ബക്കറ്റില് വെള്ളത്തിൽ വീണു മരണം സംഭവിച്ചു. നമുക്കത് കേൾക്കുമ്പോ തന്നെ എനിക്കിത് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ചെറുക്കനെ എവിടെയും വിടാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ അവൻ എന്റെ അടുത്തുനിന്ന് എന്റെ മോനെ കുറച്ച് മാറ്റി നിർത്താൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അത്രയും സേഫ് ആണ്, അല്ലെങ്കിൽ അവൻ അമ്മയുടെ അടുത്താണ് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സിനായാൽ പോലും വരുള്ളൂ. കാരണം ഭയങ്കര പേടിയാണ്, നല്ല കുരുത്തക്കേടുണ്ട് കേട്ടാണ്. അപ്പൊ ആ പ്രായത്തിലെ പിള്ളേർക്കൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. മോറോവർ മോൻ എത്ര വയസ്സായി? 1.5 വയസ്സിലാണ്. ഓക്കെ, നല്ല വികൃതിയുടെ പ്രായമാണല്ലോ. ഇത്തിരി കുടുംബമുള്ള പ്രായമാണ്. എന്റെ വീടിന്റെ അടുത്ത് ഇതേമാതിരി തന്നെ ഒരു 1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കുട്ടിക്ക്. കുറച്ച് വെള്ളേ ഉള്ളൂ ബക്കറ്റില്. പക്ഷെ കുട്ടിയെ ഉമ്മയൊക്കെ ആകെ തെരഞ്ഞു നോക്കുകയാണ്, എവിടെയും കാണാനില്ല. ലാസ്റ്റ് കുട്ടി തല ഇട്ടത് വെള്ളത്തിക്കായി പോയി. അങ്ങനെ കുട്ടി മരണപ്പെട്ടു. ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുട്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്താണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയില്ലേ? എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മള് ഒരിക്കലും വയറ്റിൽ അമർത്തി വെള്ളം കളയരുത്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ തോളത്ത് കിടത്താം. തോളത്ത് കടത്തി നന്നായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കുറുക്ക് അല്ലെങ്കിൽ ഗ്യാസ് പോകാൻ വേണ്ടി തട്ടൂലേ മേലേക്ക്, ഓർമ്മയുണ്ടത്? അമ്മമാരായവരോടാണ് ചോദിച്ചത്. കുഞ്ഞു കുട്ടികളെ നമ്മൾ പുറത്ത് കടത്തിട്ട് തട്ടാറില്ലേ മേലേക്ക്, ഗ്യാസ് പോകാൻ വേണ്ടി. അതേപോലെ തന്നെ അവരെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഷോൾഡറിൽ കടത്തിയിട്ട് തട്ടാം, അല്ലെങ്കിൽ കാലിന്റെ ഇതുണ്ടല്ലോ നമ്മളുടെ എന്താ പറയാ മടി കടത്തിയിട്ട് കമത്തി കടത്തിയിട്ട് നല്ല തട്ട് കെട്ടാം. അപ്പൊ മാക്സിമം കുടിച്ച വെള്ളം അവർക്ക് തുപ്പിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കോൺഷ്യസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കോൺഷ്യസ് അല്ലെങ്കിൽ പൾസ് ചെക്ക് ചെയ്യാം. പൾസ് ചെക്ക് ചെയ്തിട്ട് എന്താണ് ശ്വാസം എടുക്കണ്ടെങ്കിൽ പൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. കൃത്രിമ ശ്വാസം കൊടുത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് കോൺഷ്യസ് ആക്കാനായിട്ട് പറ്റും. പൾസ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിലപ്പോ ഒരു 5 മിനിറ്റ്സോ 6 മിനിറ്റ്സോ ആയിരിക്കും ആ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ടൈം. ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കേണ്ടത് CPR കൊടുക്കണം. CPR കൊടുക്കണം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അത് എന്തിനാന്ന് വേണ്ടിട്ടെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ വരാണെങ്കിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് ആ കുട്ടിയുടെ ലൈഫിലേക്ക്, കുട്ടി അവിടെ ആരാവട്ടെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കാണ്. നമുക്ക് ടീച്ചേഴ്സ് ആണ്. എന്താണ് സാഹചര്യം നാളെ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഏത് ടൈപ്പ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള്
എപ്പോഴും ഒരു കാര്യം വന്നാലും ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നല്ല ധൈര്യം വേണം. ഒരാളെ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തലാറിന് വീടെല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് ചെന്ന് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ചോര കൈ പൊട്ടി എന്ന് പറയുമ്പോഴേക്കും ബ്ലഡ് കാണുമ്പോൾ തന്നെ ആ ഒരു ചോര കാണുമ്പോൾ ചില ആൾക്കാർ തലാറിന് വീഴും. അതേപോലെ മാറി നിൽക്കാണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മെന്റലി നമ്മൾ ആ ഒരു എന്ത് കൊടുക്കണം, ആ പവർ നമ്മള് വിൽ പവർ നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഷുഡ് ബി അവൈൽ ഇൻസ്റ്റന്റ്ലി. നമ്മൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് കൊടുക്കുക. എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക. മോർ ഓവർ ദ കെയർ ഷുഡ് നോട്ട് അലൗ ടു പ്ലേ റിസ്കി ഗെയിം ഓർ ബേൺ ഫയർവുഡ് അലോൺ. അപ്പൊ കൂടുതലായിട്ട് കെയർ കൊടുക്കുക. എന്താ വെച്ചാൽ റിസ്കി ആയിട്ടുള്ള ഗെയിമുകൾ കളിപ്പിക്കാതിരിക്കുക. ഫയർവുഡ് വർക്കുകളൊക്കെ ഉണ്ടാവില്ലേ, പടക്കം അതേപോലെയൊക്കെ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കരുത്. കുട്ടികൾക്ക് റിസ്ക് ആണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളൊരു കാരണവശാലും അവരെ അലോ ചെയ്ത്. Safety measures should also be taken even when they are travel by vehicle to and from school. അപ്പൊ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പ്രൊവൈഡ് കൊടുക്കുക. കാരണം പിന്നെയും ഞാൻ ഇതേപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് എപ്പോഴും ഞാനില്ലേ നമ്മൾ പത്രമൊക്കെ വായിക്കില്ലേ, അപ്പൊ ഇതേപോലത്തെ ചില ഇൻസിഡൻസ് മൈൻഡിൽ ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ പത്രം വായിക്കുമ്പോ പത്രം വായിച്ച വാർത്തകളൊക്കെ ഞാൻ മറന്നു പോകും. പക്ഷേ നമ്മളുടെ അശ്രദ്ധ മൂലം വരുന്ന ആക്സിഡന്റ് ഇല്ല, അത് ഞാൻ ഓർത്തു വെക്കും. അതേപോലെ വേറൊരു ഇൻസിഡന്റ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. കുട്ടിക്ക് വയ്യാണ്ടായിട്ട്, നെഗറ്റീവ് പറയാന്ന് വിചാരിക്കരുത് കേട്ടോ, ഇങ്ങനെ എല്ലാം റിസ്ക് ആണ്, അതുകൊണ്ട് പറയണേണ്. ഒരു കുട്ടിക്ക് പനിയായിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോ അത്യാവശ്യം ഒരു 5 വയസ്സായിട്ടുണ്ട്. ആള് നമ്മൾ സാധാരണയായിട്ട് വണ്ടി 2 വീലറിലാണ് കൊണ്ടുപോയത്. അച്ഛൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ ബാക്കിലാണ് ഇരുന്നത്. ബാക്കിൽ ഇരുന്നിട്ട് അച്ഛനെ ഹഗ് ചെയ്യുകയാണ് ചെയ്തത്, വട്ടം പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ തീരെ വയ്യാത്തത് കൊണ്ട് കൂടെ ആരും ഉണ്ടാവില്ല, അച്ഛനും മോനും കൂടെ പോകാറുണ്ട് അവരങ്ങനെ. പക്ഷെ വയ്യാത്തത് കൊണ്ടും അത് അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് അവൻ വീഴുകയും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തു. അപ്പം റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാതിരിക്കാം. നമുക്ക് തോന്നുകയാണ് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ആരോടായാലും, ഹസ്ബൻഡിനൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, മോള് ബാക്കിൽ കയറിക്കോട്ടെ എന്നൊക്കെ പറയും. കാരണവശാലും അലോ ചെയ്ത് ഫ്രണ്ടിൽ എടുത്താൻ പറ്റുമോ, സേവ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 2 വീലറിൽ നമ്മൾ ഹെൽമെറ്റ് ധരിപ്പിക്കുക. കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. അപ്പൊ ഇതേപോലെ കുറെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ നമ്മൾ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലൊരു ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട് മാം. എന്താണ് ജൂലൈ കേട്ടിട്ടുണ്ടോ? അല്ല, ഇങ്ങനത്തെ ഒരു നമ്മളുടെ അശ്രദ്ധ മാത്രല്ല, പാരന്റ്സിന്റെ സംസാരം ഉണ്ടല്ലോ. അവര് 3 മക്കളായിരുന്നു. അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികള് നല്ല നിറത്തിലായിരുന്നു. താഴെയുള്ള ആള് നിറം കുറവായിരുന്നു. ഒരു മിനിറ്റടാ. താഴെയുള്ള ആള് നിറം കുറവായിരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് കളിയൊക്കെ പറയും. അച്ഛനും അമ്മയും സംസാരിക്കുമ്പോ മക്കളുടെ കളറ് പറയുമ്പോ ഇങ്ങനെ പറയും, അതൊന്ന് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുത്താൽ മതി എന്ന് പറയേ. അങ്ങനെ ഒരു തമാശക്ക് അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചതാ. പക്ഷെ അത് മൂത്ത കൊച്ചുങ്ങൾ നോട്ട് ചെയ്തു. അച്ഛനും അമ്മയും ജോലിക്കാരാ. അപ്പൊ മൂത്ത കൊച്ചുങ്ങൾക്ക് ക്ലാസ്സിന് പോവും. ഈ കൊച്ചിനെ ഡേ കെയർ പോലെ അവരുടെ അടുത്തുള്ള വീട്ടിൽ, അന്ന് ഡേ കെയർ ഒന്നും ഇല്ലല്ലോ, അപ്പൊ അടുത്ത് ബന്ധുവിന്റെ വീട്ടിൽ ഏൽപ്പിക്കാറ്. അപ്പൊ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഈ കുട്ടികളൊപ്പം തന്നെ ചെറിയ കൊച്ചിനെ വെച്ചു. എന്നിട്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോയി. തിരിച്ചു വരുമ്പോ ഇവര് കാണുന്നത് താഴെയുള്ള കൊച്ചിനെ വാഷിംഗ് മെഷീനിൽ കിടക്കാണ്, കുട്ടിമാരനെ പെട്ടിട്ട്. അത് പേടിച്ചിട്ട് ഒരു കൊച്ചു എന്ത് ചെയ്തു, കബോർഡിന്റെ ഉള്ളിൽ അടച്ചു ഇരുന്നു പേടിച്ചിട്ട്. എന്നിട്ട് ഒരാള് ഇത് പറയാനായിട്ട് ഓടി പോവാണ് അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് പോണ വഴിക്ക് ആ കുട്ടിക്ക് ലോറി ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുകയും. അത് പറയുമ്പോ ഒരു ഭയങ്കര നമുക്കത് വിഷമം തോന്നാം. തിരിച്ചു വന്ന അമ്മ നോക്കുമ്പോ ഒരാള് വാഷിംഗ് മെഷീനിൽ, ഒരാള് കബോർഡിൽ ടൈറ്റ് ആയിട്ട് ഇരുന്നില്ലേ, ആ കുട്ടിയും മരണപ്പെട്ടു. അങ്ങനെ 3 മക്കളും ഒരേ ദിവസം അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെടുക ചെയ്തത്. അത് നമ്മളുടെ ഒരു തമാശയുള്ള വാക്കുകള് കുട്ടികളുടെ ആ മനസ്സിലെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാ. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവരുത് എന്ന് വെച്ചാൽ. എന്റെ മോള് ഇത് ശരിക്കും നടന്നു തന്നെയാണ്. ഇത് നടന്നതാ. പക്ഷെ എന്റെ ചെറുപ്പത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ന്യൂസ് വായിച്ചിട്ട് ഇങ്ങനെ കേട്ടുള്ളതാണ് ഞാൻ.
എന്റെ ചെറുപ്പം തന്നെ ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത്. അതേപോലെയാണ്, റിസ്കി ആണ്. നമ്മള് സേഫ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടി, കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ, കാരണം ഇതേപോലത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തറച്ചു നിൽക്കും, മറന്നു പോകും. നമ്മള് ഓർമ്മയില് നമ്മൾ വിചാരിക്കും നമ്മൾ മറന്നു പോയത്. പക്ഷെ ഞാനിപ്പോ ഈ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ട് എന്റെ മനസ്സിൽ നമ്മൾ ആ സമയത്ത് കുറച്ച് വിഷമിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മോൻ അല്ലെങ്കിൽ നമ്മുടെ മോള് ആ ഒരു ഇതിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ന്യൂസ് ഇൻസിഡന്റ് നമ്മൾ മറക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ബക്കറ്റിലൊന്നും വെള്ളം വയ്ക്കാറില്ല. പുറത്ത് അമ്മ എടുത്ത് വെച്ചാലും ഒന്നില്ലെങ്കിൽ ഞാൻ മൂടി വെക്കും, അല്ലെങ്കിൽ ബക്കറ്റ് കമത്തി വെക്കും. ബക്കറ്റ് വെള്ളം ഒക്കെ കൊട്ടിക്കളഞ്ഞിട്ട് കമത്തി വെക്കും. നമുക്ക് കുറച്ച് റിസ്ക് ആണ്. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ബക്കറ്റിൽ വീണു ഒക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ പിന്നെ അതേപോലെ അമ്മനോട് പറയും, കുഞ്ഞിനെ അവൻ എവിടെയും വെക്കണ്ട, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വരെ അവനോട് തന്നെ നിർത്തിക്കോ, വേറെ എവിടെയും കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയും. അപ്പോ റിസ്ക് ആണ് കുട്ടികളെ. നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കാം, അവർക്ക് അലോ ചെയ്യണം ഫ്രീഡം, എവിടെയും കളിക്കാൻ വിടരുത് എന്നല്ല, നമ്മൾ അവർക്ക് വേണ്ട സൂപ്പർവിഷനും കൂടി അതിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുകയും വേണം. നമ്മള് സേഫ് ആണ്. ചില പാരന്റ്സ് ഇല്ലേ, എന്റെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ജനറേഷനിലുള്ള പിള്ളേരുടെ പാരന്റ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ വല്ല പാർക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ആക്കിയിട്ട് അമ്മ എന്തെങ്കിലും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ കണ്ടാണ്ട കഴിഞ്ഞ ദിവസം പോയപ്പോ, ഞാൻ മോളുടെ ഒപ്പം കളിക്കുകയാണ്. അവൾക്ക് ഒറ്റയ്ക്ക് പൊക്കോളും, പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ഒരു റിസ്ക് അവിടെ പുറകെ പോകും. ഹസ്ബൻഡ് എപ്പോഴും ചീത്ത പറയും, അവൾ ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. ഞാൻ പറയും, ഞാൻ തുടങ്ങുന്നില്ലല്ലോ, ഞാൻ അവളുടെ ഒപ്പം നിൽക്കണമെന്നല്ലേ ഉള്ളൂ എന്ന് പറയും. കാരണം എനിക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെയാണ്, ഫ്രീഡം കൊടുക്കണം, അലോ ചെയ്യണം, വർക്ക് ചെയ്യാനുള്ള കൊടുക്കുന്നുണ്ട്. എങ്ങാനും ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാലോ എന്നുള്ള ഇതില് എന്റെ ഭാഗത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ ആളുടെ പുറകെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ റിസ്ക് സേഫ്റ്റി കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. പല രീതിയിലായിരിക്കും നമുക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നത്, പല രീതിയിലായിരിക്കും ഇൻസിഡൻസ് വരുന്നത്. നമുക്കത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ഓരോ ടീച്ചേഴ്സിനും പറ്റണം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ പോർഷൻ ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആ ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിട്ടാവും. കാരണം ഒന്ന് ആലോചിച്ചു, ഒരു മോൻ തന്നെ മരണപ്പെട്ടപ്പോ ആ അമ്മയുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്, എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. 3 പേരും മരണപ്പെടാന്നൊക്കെ പറഞ്ഞതിന്റെ ഭയങ്കര ഒരു ഡിപ്രഷൻ അല്ലാത്ത മേലെ എന്തോ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല? ഞാനാണ്. പക്ഷെ എനിക്ക് ഈ സമയത്തിൽ എന്താ പറയാ, ഭയങ്കര വിഷമായിട്ട് എങ്ങനെ പറയാൻ പറ്റുകയെന്നറിയില്ല. ഒരു സോങ് ആണ്, എന്നാലും പറയാം. Na na na, I am so happy, oh so happy, sing with me. Na na na, I am so happy, oh so happy, sing with me. ഇതിൽ കുട്ടികളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോ. Clap, clap, clap your hands. Clap, clap, clap your hands. Stomp, stomp, stomp your feet. Stomp, stomp, stomp your feet. Swing, swing, swing your arms. Swing, swing, swing your arms. Dance everybody and sing with me. Na na na, I'm so happy. Oh, so happy, sing with me. Na, 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 I am so happy. Oh, so happy, sing with me. Jump, jump, jump around. Touch the sky and touch the ground. Jump, jump, jump around. Touch the sky and touch the ground. Shake, shake, shake your hips. I know a song and goes like this. Shake, shake, shake your hips. I know a song and goes like this. Na, 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 I am so happy. Oh, so happy. Sing with me. Thank you, teacher.
വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് ആ ഇവളുടെ പറച്ചിൽ കേട്ടപ്പോ ഭയങ്കര വിഷമമായി. ദിവ്യന്റെ നല്ല രസമായിരുന്നു. അപ്പൊ മോൻ ഒരു പ്രാവശ്യം വീഡിയോ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യണോട്ടത്. ഓക്കെ. ഞങ്ങളൊക്കെ ഹാപ്പി ആയെന്ന് പറയാൻ പറ്റില്ല. ഒരു സേഫ്റ്റി കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എല്ലാവരും. താങ്ക് യു ഓൾ.